സംസ്ഥാന അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നയിക്കുന്ന ശതാബ്ദി സന്ദേശയാത്രയ്ക്ക് ഇന്ന് മലപ്പുറത്ത് സ്വീകരണം. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പങ്കെടുക്കും. കന്യാകുമാരിയിലെ യാത്രയുടെ ഉദ്ഘാടനത്തിൽ നിന്ന് വിട്ടുനിന്ന അബ്ബാസ് അലി തങ്ങളും സമസ്തയിലെ ലീഗ് അനുകൂല നേതാക്കളും ഇന്നലെ വൈകിട്ട് തിരൂരിലെ സ്വീകരണ യോഗത്തിൽ പങ്കെടുത്തു. സമസ്തയുടെ 100ാം വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായാണ് അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ യാത്ര. ഡിസംബർ 19 കന്യാകുമാരിയിലെ നാഗർകോവിൽ വെച്ചാണ് യാത്രക്ക് തുടക്കമായത്. യാത്രയുടെ ഉദ്ഘാടനത്തിൽ നിന്ന് മുസ്ലിം ലീഗ് ദേശീയ അധ്യക്ഷൻ പ്രൊഫസർ ഖാദർ മൊയ്തീൻ, പാണക്കാട് അബ്ബാസ് അലി തങ്ങൾ ഉൾപ്പെടെ ലീഗ് നേതാക്കൾ വിട്ടുനിന്നിരുന്നു. യാത്രയുടെ പതാക കൈമാറ്റം പാണക്കാട് നിന്ന് മാറ്റിയതിൽ പ്രതിഷേധിച്ചാണ് ലീഗ് നേതാക്കളുടെ ബഹിഷ്കരണമെന്നായിരുന്നു വാർത്ത പുറത്തുവന്നത്. പിന്നീട് വാർത്ത നിഷേധിച്ച് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ തന്നെ രംഗത്തെത്തി. സമസ്തയിലെ ലീഗ് അനുകൂല വിഭാഗത്തിന് യാത്രയിൽ പ്രാതിനിധ്യം നൽകിയില്ല എന്ന് നേരത്തെ ആക്ഷേപവും ഉയർന്നിരുന്നു. തുടർന്ന് നാസർ ഫൈസി കൂടത്തായിയെ യാത്രയുടെ അസിസ്റ്റന്റ് ഡയറക്ടറായി നിയമിച്ചു. ഇതിന് പിന്നാലെയാണ് അബ്ബാസ് അലി തങ്ങളും നാസർ ഫൈസി കൂടത്തായും ഉൾപ്പെടെയുള്ള നേതാക്കൾ യാത്രയുടെ തിരൂരിലെ സ്വീകരണ സമ്മേളനത്തിൽ പങ്കെടുത്തത്. ആയിരക്കണക്കിന് ആളുകളാണ് യാത്രയെ സ്വീകരിക്കാൻ എത്തിയത്. ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ജാമിയ ആലിക്കുട്ടി ഉസ്താദിൽ നിന്ന് പതാക ഏറ്റുവാങ്ങി 19 തമിഴ്നാട്ടിലെ കന്യാകുമാരിയിൽ നിന്ന് തുടങ്ങുന്ന ഘട്ടം മുതൽ ഈ സമസ്ത ഈ സന്ദേശയാത്ര വേറിട്ട ഒരു യാത്രയായി മാറുകയായിരുന്നു. ഈ യാത്രയിൽ ഒരു അംഗമായി അതിലൊരു ബിന്ദുവായി ലയിച്ചു ചേരാൻ കൊതിക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് യാത്ര മാറി എന്നതാണ് പിന്നീടുള്ള ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലെയും ആൾക്കൂട്ടങ്ങളും അതുപോലെ തന്നെ സ്വീകരണങ്ങളും ബോധ്യപ്പെടുത്തുന്നത്. ഇന്ന് മലപ്പുറത്തെത്തുന്ന യാത്രയുടെ സ്വീകരണ സമ്മേളനത്തിൽ സാദിഖ് അലി ശിഹാബ് തങ്ങൾ പങ്കെടുക്കും. തർക്കം സമവായത്തിലെത്തിയതിനാൽ മാറി നിൽക്കേണ്ടതില്ല എന്നാണ് ലീഗ് തീരുമാനം. ഈ മാസം 28 മംഗലാപുരത്താണ് യാത്ര സമാപിക്കുക. മീഡിയ 1 തിരൂർ.